Hare Rama 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 Hare 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 Krishna Krishna Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare Hare Rama Rama Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Krishna Hare 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 Rama Rama Hare 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 Krishna Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna Hare 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 Krishna Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Hare 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 Krishna Hare 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 Rama Rama Hare Hare എല്ലാവർക്കും പൂ കിട്ടിയോ? ഭഗവാന്റെ പിറന്നാളിന് എത്ര ദിവസം അറിയോ? ചുരുങ്ങിയ ദിവസവും ഇതുവരെ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. നമ്മളതിൽ എത്രത്തോളം ഉൾക്കൊണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയാത്തത്. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വളരെ സജീവമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളാരും അന്വേഷിച്ച് വന്നില്ല, നമ്മളാരും കാര്യങ്ങൾക്ക് പുറപ്പെട്ടില്ല, മുൻപേ എടുത്ത് പുറപ്പെട്ടില്ല. ഈ അമ്പലം കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ എടുത്തെങ്കിൽ നമ്മളൊരു മനക്കറിയില്ലേ, അതിൽ പോകുന്ന ആളുകളും വണ്ടിക്കാരൊക്കെ ഉണ്ടാകും. നടത്താനോ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഇറങ്ങി. ഇതിപ്പോൾ ലേശം ഉള്ളോട്ടായതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യോ? ആര് ചെയ്യും? ഇവിടെ ഈ കൂടി ആളുകൾ തന്നെ ചെയ്യാറുള്ളൂ. വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നല്ല മറിക്കുന്നൊന്നും വിചാരിക്കണം. ഈ നിൽക്കുന്ന ആളുകൾ നമ്മൾ വിചാരിച്ചാൽ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. നമുക്ക് ഏറിയ മൂന്നാഴ്ച ഉണ്ട്. ഈ മൂന്നാഴ്ചനെ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അത് ഈ ക്ഷേത്രത്തിനല്ല, ഈ മൊത്തം സമൂഹത്തിനും ഈ ഏരിയ മൊത്തം ഇളക്കി മറക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മളിത് എത്രത്തോളം ഗൗരവത്തിലെടുത്തുള്ളതാണ് ചിന്തിക്കേണ്ടത് ഓരോരുത്തർക്ക്. നമ്മൾ 7 ദിവസത്തെ പരിപാടിയാണ്, 8 ദിവസത്തെ പരിപാടിയാണ്. 8 ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 10 ദിവസം ഗർഭജമം കഴിഞ്ഞ് കൊടിയേറ്റം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അന്ന് വൈകിട്ട് വാസ്തുബലി, പിറ്റേന്ന് ഗണപതിയമുണ്ട്. പിന്നെ എന്താ പരിപാടി എന്നറിയോ? ഊരിച്ചിട്ടൽ നാളെ പറഞ്ഞതാണ്. ഈ ഏരിയ കൂടി എല്ലാ വീടുകളിലും ഭഗവാൻ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെ വീട്ടിലേക്കാണ് വരുന്നത്. എല്ലാവരും വീടിൻ്റെ ഗേറ്റിലും വന്ന് വാതിലും മുട്ടും. ഒന്നായിട്ട് വിളക്ക് കത്തിക്കുക, ഭഗവാൻ വരുന്നുണ്ടെന്ന് അറിയാം. ഇന്ന സമയത്ത് രാവിലെ അവിടെ നിന്ന് പുറപ്പെടാം. 9 മണിക്ക് വരുന്ന പുറപ്പെടും. നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ ഭഗവാൻ വന്ന് വിളിക്കും. ആ സമയത്ത് മുന്നിൽ ഒരു വിളക്കാടെ കത്തിച്ച് വെക്കണം. നായിൽ അരി നാളികേരം എടുത്ത് വെക്കുക. ഭഗവാനെ സ്വീകരിക്കുക. 2 പൂവ് നുള്ളിച്ചിട്ട് ഭഗവാന്റെ പല്ലക്കിൽ ഭഗവാൻ വരും. ആ സമയത്ത് അതിലേക്കൊരു നുള്ളിടുക. എന്തെങ്കിലും ഭഗവാൻ സമർപ്പിക്കാനുണ്ടെങ്കിൽ അവിടുന്ന് സമർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഇന്നത്തെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് സമർപ്പിക്കാൻ സമർപ്പിക്കാം. അപ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല, അവിടെ പരിപാടി ഇല്ലല്ലോ. അന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും പോകും. ഘോഷയാത്ര അപ്പം എൻ്റെ വീട് തൊട്ടടുത്താണെങ്കിൽ എൻ്റെ വീട്ടിലെത്താണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഘോഷയാത്രൻ്റെ കൂടെ പോകും. ഏകദേശം എനിക്കറിയാലോ എൻ്റെ വീടെത്താനായുള്ളത്. ആ സമയം ആകുമ്പോൾ ഘോഷയാത്ര എന്ത് ചെയ്യാം? മുന്നിലൂടെ വീട്ടിൽ വിളക്ക് കത്തിക്കുക, നിറച്ച് വെക്കുക. ഇത് വെറുതെ പറയുന്നതല്ല, ഭഗവാൻ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഊര് ചുറ്റാന്ന് പറയാം. വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് കിട്ടാം. ഈ ഒരു അവസരം ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത കൊല്ലം കിട്ടിക്കോളണമെന്നില്ല, ഈ കൊല്ലം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ട്. അത് എല്ലാവരും ചെയ്യാം. ഇത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ചെയ്യില്ല. ആര് ചെയ്യണം? നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ചെയ്യണം. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഭഗവത്ഗീതയുണ്ട്. ഇതേപോലെ ലളിതാസഹസ്രനാമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം വന്ന ആളുകൾക്ക് അറിയാം. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം, അങ്ങനെ 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, 6-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 8-ാമത്തെ ദിവസം പരിപാടി ഉണ്ട്. 7-ാമത്തെ ദിവസം കലശൊക്കെ തലേന്ന് വൈകിട്ടാണ് പൂജിക്കുക. അന്ന് രാവിലെ നമുക്ക് സമയം ഉണ്ടാവില്ല. അന്ന് നമ്മൾ ഭഗവാനെ ഇവിടുന്ന് ആറാട്ടിന് കൊണ്ടുപോകും കടവിലേക്ക്. കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ ആറാട്ടിന് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുന്ന് ആറാട്ട് കഴിഞ്ഞ് തിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് വെള്ളം എടുത്തിട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ട്. ഒരു 108 കുടം അഭിഷേകം ഭഗവാൻ ഇവിടുന്ന് നേരിട്ട് അഭിഷേകം ചെയ്യും. അപ്പോൾ 108 കുടം അഭിഷേകം ജലം നമ്മൾ അവിടുന്ന് കൊണ്ടുവരും. എത്ര ആൾ ചീട്ടാക്കുന്നുണ്ടെന്നല്ല, നമ്മളെല്ലാവരും ചീട്ടാക്കും. ഭഗവാൻ നമ്മളെ അവിടുന്ന് എടുത്ത് കൊണ്ടുവരുന്ന ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന പുറകിലായിട്ട് നമുക്ക്
ഈ വെള്ളമായിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ ഓരോരുത്തർ എടുത്ത് വാങ്ങിയിട്ട് അത് അഭിഷേകം ചെയ്യാൻ അപ്പോൾ പെണ്ണുങ്ങളാണ് വേറെ ആരാ ഇവിടെ പറയുന്നത് ചെയ്യുന്ന മുഴുവൻ പെണ്ണുങ്ങളാണ് ആളുകളോട് പറയുന്നില്ല എന്നല്ല. അപ്പോൾ ഇതിലുള്ള എല്ലാവരും ഘോഷയാത്ര അന്ന് ചികിത്സാരൊക്കെ എടുത്ത് വരാൻ പറ്റുന്ന ആളുകൾ ചികിത്സാരൊക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര ദേവിയും വേദനയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് അഭിഷേകമുണ്ട്. വിട്ടിട്ട് പുറം വെള്ളം കൊണ്ടാണ് അഭിഷേകം. അത് കഴിഞ്ഞിട്ട് നമ്മളെ നവകണ്ട് പഞ്ചഗതിയുണ്ട് അഭിഷേകം കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് മഹാനിവേദ്യ പൂജ. അതോടുകൂടി ഈ വർഷത്തെ പിറന്നാളാഘോഷം കഴിയും. 7 ദിവസം നമുക്ക് ആഘോഷിക്കാൻ കിട്ടിയൊരു അവസരം. ഇത്രയും ദിവസം നമ്മളൊന്നും ചെയ്യില്ല. ഇനിയുള്ള ഓരോ ദിവസവും നമ്മളെടുത്തേക്ക് ആരും വന്ന് പറയാം നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം പറയാം. നമ്മളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭഗവാൻ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് ചെയ്യാം. ഒരു ദിവസം നമ്മളിവിടെ കലാപരിപാടികൾ വെക്കുന്നുണ്ട്. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആളുകളെ തിരുവാതിരക്കളി ഒപ്പന ആദ്യം അവിടെ നിൽക്കുന്നത് മുകളിലുള്ള പ്രായമുള്ള ആളുകളെ, അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് ഇല്ലാന്നല്ല, എല്ലാവർക്കും ഉണ്ട് നമുക്ക് കിട്ടിയ ഒരു അവസരം, എന്തോ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം. എന്തും അതാ അങ്ങനത്തെ അല്ല, നമുക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കും, നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുഴുവൻ സമ്മാനം, എല്ലാവർക്കും സമ്മാനം, വെറുതെ പറയുന്നില്ല, എല്ലാവർക്കും സമ്മാനം. അപ്പോൾ ആ ഭഗവാൻ എടുക്കുന്ന ഒരു സമ്മാനം കിട്ടും. ആ ഒരു പ്രതീക്ഷയിലെങ്കിലും നമ്മൾ പരിപാടി നടത്തണം. പ്രോത്സാഹനമായിട്ട് എല്ലാവർക്കും സമ്മാനം ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാം. പട്ടിത്തീരാമെന്ന് ആരും വരില്ല. ആരും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണം നമുക്ക് പറഞ്ഞേക്കാം, പൈസ ഒന്നും കൊടുക്കണം. വന്നിട്ട് ഇവിടെ തന്നെ ഒരുപാട് ഡാൻസ് അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ കളിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ പരിപാടിക്ക് വേണ്ടി 7 ദിവസത്തെ പരിപാടിയാണ്. വെറുതെ നമുക്ക് പരിപാടി നടത്തി പോകാൻ പറ്റുമോ? ചിലവെന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവുള്ള കാര്യമാണ്. മൊത്തത്തിൽ നമുക്ക് ഒരു 100 നാളികേരം തന്നെ വേണ്ടി വരും. എൻ്റെ വീട്ടിൽ നാളികേരം വെറുതെ കിടക്കുന്നുണ്ട്. അവിടെ അവിടെ പോയിട്ട് അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പം എന്ത് ചെയ്യാം, ആ തേങ്ങ പൊട്ടിയിട്ട് ഒരു 10 കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരു 60-70 കൊട്ടത്തേങ്ങ വേണം. നമുക്ക് 7 ദിവസം ഗണപതി ഉണ്ടാവും. അപ്പോൾ ഈ കൊട്ട ഒരു ദിവസം സമൂഹ ഗണപതിയാണ്. സമൂഹ ഗണപതി എന്താണെന്ന് അറിയോ? എല്ലാവരും നമ്മളിവിടെ ചെയ്യുന്ന എല്ലാവരും കൂട്ടാൻ. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല. നമ്മളിവിടെ ലഘുവായിട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സമൂഹ ഗണപതി നമുക്ക് വന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നാളികേരം കൊണ്ടുവരാണ്. നാളികേരത്തിൻ്റെ അകത്ത് നമ്മൾ മുറിയിൽ അഷ്ടദ്രവ്യം നടത്തുന്നത് ഇല്ലെങ്കിലും അഷ്ടദ്രവ്യെങ്കിലും അത് ഇവിടുന്ന് സമൂഹമായിട്ട് എല്ലാവർക്കും കൂട്ടായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊട്ടത്തേങ്ങ വേണം. ഒരു 10,000 കഷ്ണത്തിനെടുത്ത് ഇല വേണ്ടി നമുക്ക്. എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഉള്ള ദിവസങ്ങളിൽ 5 ദിവസമാണ് ഭക്ഷണം വെച്ചാൽ 5 ദിവസം ഭക്ഷണം വേണ്ട. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇല വേണം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇല ഉണ്ട്. 2 ദിവസം വെച്ചാലും 3 ദിവസം വെച്ചാലും ഇല എന്തായാലും ഒരു 10-30 ആൾക്കുള്ള ഭക്ഷണം എന്തായാലും ഉണ്ടാക്കണമല്ലോ ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ ഇല എല്ലാവരും വീട്ടിലുണ്ട്. ഇല മുറിച്ച് കൊണ്ടുവരാം. 3 ദിവസം വെച്ചാലും 4 ദിവസം വെച്ചാലും ഇല കേടാവില്ല, നന്നാവും, പൊട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ. പിന്നെ വേറെ എന്താ കൊണ്ടുവരാൻ പറ്റുന്ന പുഷ്പം. പിന്നെ സർവൈശ്വര്യ പൂജ ഉണ്ട്. കുട്ടികളെ വിദ്യാഗോപാല മന്ത്ര അർത്ഥമുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നിർബന്ധമായിട്ട് പങ്കെടുപ്പിക്കുക. ഒരു പ്രത്യേക അനുഭവമായിരിക്കും ആ പൂജ കഴിഞ്ഞാൽ. അതേപോലെ സർവൈശ്വര്യ പൂജ അമ്മമാർക്ക്, സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവരും ഇരിക്കാം. വരുന്ന ആൾ ഇവിടെ വർക്കുണ്ടാവും എല്ലാവർക്കും കൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വർക്ക് കുറവാണ്, എല്ലാവർക്കും തരാനുള്ള വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് സർവൈശ്വര്യ പൂജ പങ്കെടുക്കാൻ പ്രത്യേകമായിട്ട് വേറെ പ്രായോ ഇതൊന്നും പ്രശ്നമല്ല. താഴെ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ കസാലിട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിലൊക്കെ സംവിധാനമുണ്ട്. വരുന്ന സമയത്ത് ഒരു നാക്കല കൊണ്ടുവരണം, ഒരു വിളക്ക് കൊണ്ടുവരണം, തിരിയും എണ്ണയും ഇവിടുന്ന് കൊടുക്കാം. കർപ്പൂരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തരും. അപ്പോൾ പൂവാണ് വേണ്ടത്. പൂവ് നമ്മൾ പൈസ കൊടുത്ത് പൂവ് ഇവിടുന്ന് വാങ്ങില്ല. നമ്മളെ വീട്ടിലുള്ള പൂവൊക്കെ 10 വരാം. എല്ലാ പൂവും ഇവിടെ സ്വീകരിക്കും. പിന്നെ നമ്മൾ ഉത്സവത്തിന് കൊടിയേറ്റം നടക്കും. അതിനോടനുബന്ധിച്ച് നമ്മളെ ഈ മണ്ഡലത്തിൽ ഇവിടെയൊക്കെ നമുക്ക് കൊടി വേണമെങ്കിൽ ആർക്കെങ്കിലും വഴിപാടായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം. നമുക്ക് അടുത്ത വർഷമൊക്കെ ഉപയോഗിക്കാം. അത് എത്ര വേണമെന്നുള്ളത്, എത്ര നീളം വേണമെന്നുള്ളതൊക്കെ ഒരു അളവാണെങ്കിൽ നമുക്ക് തൂക്കുമ്പോൾ ഒരു ഇതിന് ചുറ്റൊക്കെ തൂക്കണ്ട. ഇപ്പോൾ ഒരു 4 എണ്ണം ഇതിന് ചുറ്റിലും തൂക്കാം. പിന്നെ അവിടെയൊക്കെ തൂക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. അത് എത്ര വേണമെന്നുള്ളത് ഇതിനായിട്ട് ബന്ധപ്പെട്ടാൽ വേറെ എന്തെങ്കിലും. പിന്നെ ഗജാഞ്ചി സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ പ്രസിഡന്റ് അയാളാണെങ്കിലും നമ്മൾ പ്രസിഡന്റിന്റെ കാര്യം ചെയ്യുന്ന അയാൾ നമ്മളൊന്നും പറയില്ല. ഇത് കൂട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരാളെ ചെയ്താൽ കാര്യം നടക്കുമോ? അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. വെറുതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവിടെ പരിപാടി നടക്കാനായി ഇങ്ങോട്ട് പോവുക. ചായയും ചോറായാലും ഇപ്പം കിട്ടല്ലോ, വീട്ടിൽ ഉണ്ടാക്കിയാൽ വേണ്ട. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഭഗവാൻ വേണ്ടി സേവിക്കാം. ഭഗവാൻ നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് എങ്ങനെ വരും, അക്കൗണ്ടിലേക്ക് അവർ കൈ തരില്ല. ഇപ്പോൾ ചെയ്താൽ അങ്ങനെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് കയറും. അപ്പോൾ എത്രത്തോളം നിഷ്കാമ കർമ്മം ചെയ്യുന്നോ, നമ്മൾ കൂലി പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന് ഫലം ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാം. വരും കേട്ടോ. അപ്പോൾ എൻ്റെ സംശയം ഉറപ്പ് കിട്ടാൻ വരുന്നുണ്ടോ? നമ്മളെ ഈ വർഷത്തെ കർക്കിടക ബലി വരുന്നത് കലണ്ടറിലൊക്കെ എന്താ വരുന്നത്? 4-ാം തീയതി. നമ്മളെ ബലി 3-ാം തീയതിയാണ്. ഗുരുവായൂർ ദേവസ്വം, മലബാർ ദേവസ്വം ബോർഡൊക്കെ അംഗീകരിച്ചത് 3-ാം തീയതിയാണ്. അപ്പോൾ 3-ാം തീയതി ഇവിടെ നമ്മളെ കഴിഞ്ഞ വർഷം ഇവിടെ കുറച്ചാൾ വന്ന് ബലിയിടാൻ. അപ്പോൾ ഈ വർഷം വളരെ സജീവമായിട്ട് ബലി തർപ്പണം മാത്രമല്ല തിലഹോമം ഉണ്ടാവും. 2 കൂടി ഒരുമിച്ചാണ്. അപ്പോൾ ബലി വരുന്ന ആൾക്ക് തിലഹോമത്തിലും പങ്കെടുത്ത് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യുന്ന ക്രിയയാണ് തിലഹോമം. ആ തിലഹോമം ബലി നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ദൂരത്ത് വണ്ടി വിളിച്ച് പോയിട്ട് തിരക്കിൽ പെട്ടിട്ട് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. 3-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നേ കഴിഞ്ഞ വർഷം പവിത്രം പൂട്ടൊക്കെ കിട്ടിയ ആളുകളുണ്ടെങ്കിൽ കുറേ ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഓരൊക്കെ ഈ പ്രാവശ്യം വന്ന് അത് കെട്ടാൻ സാധിക്കാം. 10-200 എണ്ണം ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കാര്യം വലിയിരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദൂരം വയ്ക്കൊക്കെ പോകേണ്ട അവരോട് പറയാം. ദൂരത്ത് പോകണ്ട, ഇവിടെ തന്നെ അതിനുള്ള സംവിധാനം വേറെന്താ.
സന്താനങ്ങൾ ഉണ്ടാവട്ടെ, ദീർഘായുസ് ഉണ്ടാവട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ, അങ്ങനെ എല്ലാവിധ സമ്പൽ സമൃദ്ധി നമുക്കും നമ്മുടെ പരമ്പരകൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതെല്ലാവരും പറഞ്ഞോളൂ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം നമഃ ശിവായ 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 ഓം നമോ നാരായണായ 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 ദേവി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ സർവബാധാപ്രശമനം ത്രൈലോക്യസ്യ അജിരേശ്വരേ ഏവമേവ ത്വയാ കാര്യം ശത്രുവിനാശനം കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഗണേശ സ്കന്ദജനനി മാതംഗേ ഭുവനേശ്വരി ഭദ്രകാളേ നമസ്തുഭ്യം ചാമുണ്ഡായേതു മംഗളം ആദിശക്തി മഹാദുർഗേ മഹാകാളേ ഉഗ്രമൂർത്തേ ശ്രീ ശിവജഗദംബായേ ചണ്ഡികായേ നമോ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ സദാശിവായേതി സമർപ്പയാമി. ശ്രീ വിനായകായേതി സമർപ്പയാമി. ശ്രീ ഇഷ്ടദേവതായേതി സമർപ്പയാമി. ശ്രീ ഗ്രാമദേവതായേതി സമർപ്പയാമി. ശ്രീ നരസിംഹമൂർത്തി ആയേതി സമർപ്പയാമി. ശ്രീ മഹാലക്ഷ്മി ആയേതി സമർപ്പയാമി. ശ്രീ കുലദേവതായേതി സമർപ്പയാമി. ശ്രീ മൂകാംബികായേതി സമർപ്പയാമി. ശ്രീ ലളിതാംബികായേതി സമർപ്പയാമി. ശ്രീ ലോകാംബികായേതി സമർപ്പയാമി. ശ്രീ ഭദ്രകാളിയായേതി സമർപ്പയാമി. ശ്രീ ഗുരുമൂർത്തിയായേതി സമർപ്പയാമി. സമ്മർക്കാം. നല്ലപോലെ ഒന്നുകൂടി പ്രാർത്ഥിക്കാം. സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ, സൽസന്താനങ്ങൾ ഉണ്ടാവട്ടെ, ദീർഘായുസ് ഉണ്ടാവട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ, അങ്ങനെ എല്ലാവിധ സമ്പൽ സമൃദ്ധി നമുക്ക് നമ്മുടെ പരമ്പരകൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും പറയാം. ഞാനോ എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബാംഗങ്ങളോ എൻ്റെ പിതൃക്കളോ ഈ ജന്മത്തിലോ ജന്മങ്ങളിലോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളാൽ ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും തീർത്തു തന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ
ഭാവി പരമ്പരകൾക്കും സമ്പൽ സമൃദ്ധിയും സമാധാനവും സൽസന്ധാനങ്ങളെയും ദീർഘായുസും ആരോഗ്യവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാവണേ. ഒറ്റ കാര്യം മറന്നുപോയി, നമ്മൾ കർക്കിടക മാസത്തില് 14 വർഷമായിട്ട് നമ്മൾ 1 കോടി ശ്രീരാമ ലിഖിത മന്ത്ര യജ്ഞം പരിപാടി നടത്തുന്നുണ്ട്. 1 കോടി പ്രാവശ്യം ശ്രീരാമ മന്ത്രം എഴുതുക. ഒരു കുറേ ആളുകൾ 2-3 വർഷമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ പുസ്തകം വാങ്ങുക, അതിനകത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രമാണ്. ആ മന്ത്രത്തിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. ആ മന്ത്രത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മഹാഷോഡശി മന്ത്രം എന്ന് പറയാം. ഷോഡശി എന്ന് പറഞ്ഞാൽ 16 അക്ഷരമാണ്. ഇത് മഹാഷോഡശി 32 അക്ഷരമുള്ള മഹാഷോഡശി മന്ത്രമാണ്. ഈ മന്ത്രം നമുക്ക് രാവിലെ പറഞ്ഞാൽ 10 പേജ് എഴുതാം, ഉച്ചയ്ക്ക് 10 പേജ് എഴുതാം, വൈകുന്നേരം 10 പേജ് എഴുതാം. ഇപ്പം ഞാൻ എഴുതിയ ബുക്കിൽ എൻ്റെ വീട്ടിൽ വേറെ ആരുണ്ടെങ്കിൽ അവർക്കും എഴുതാം, ആർക്ക് വേണമെങ്കിലും എഴുതാം. 30 ദിവസം എഴുതാം. അതിന് അശുദ്ധിയും വാലാനിയും ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല. ബുക്കിൽ എഴുതുന്നതിന് മന്ത്രം എഴുതുന്നതിന് ഹരേ രാമ മന്ത്രം. ഇവിടെ കുറേ ആളുകൾ കർക്കിടക മാസം 1 തുടങ്ങിയതിന് എഴുതാൻ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഈ ബുക്ക് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസം ഏതെങ്കിലും ഒരു ദിവസം നമ്മളിവിടെ സമർപ്പണം ചെയ്യും. ആ ബുക്കുകൾ എഴുതിയ ബുക്കുകൾ 5 ബുക്ക് 6 ബുക്കൊക്കെയാണ് ഓരോരുത്തർ എഴുതാം. അത്ര എഴുതണം. സീരിയലിൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഇതന്നെ ഒരു മാസം സീരിയലൊക്കെ TV കൂട്ടിയിടും. ഇത് റീചാർജ് ചെയ്യാത്ത ആളുകളുണ്ട് ഈ TV-ൻ്റെ ഇത് എഴുതാൻ വേണ്ടി. പൈസ കിട്ടി കഴിഞ്ഞാൽ അത് കണ്ടു, അതുകൊണ്ട് കേട്ടാണ്ട് കർക്കിടക മാസത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള വീടുകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എഴുതാത്ത ആളുകൾ ഇന്ന് തുടങ്ങാം എഴുതാൻ. 31 ഇനിയിപ്പോൾ ദിവസമുണ്ട്, 10-20 ദിവസമുണ്ട് ഒരു മാസം. അപ്പോൾ ആ ദിവസങ്ങൾ എഴുതിയിട്ട് നമ്മൾ ഒരു ദിവസം കൂടെ സമർപ്പിക്കും. എന്നിട്ട് നമ്മളത് ഈ പ്രാവശ്യം നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചത് തിരൂര് അവിടെ ഒരു ആലത്തൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്, ഹനുമാൻ അമ്പലം എന്ന് പറയും. അവിടേക്ക് നമുക്ക് ഇതേപോലെ ഒരു ഘോഷയാത്രയായിട്ട് നമ്മൾ ഇവിടുന്ന് പോകാം. ഇപ്പൊക്കെ വലിയ ഒരു ബാണ്ടക്കെട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് ഒരു വണ്ടി വിട്ടിട്ട് നമ്മൾ അത് ഇവിടുത്തെ ആളുകൾ മാത്രമല്ല ഉണ്ടാകുക, പല ദിക്കിൽ പല ക്ഷേത്രങ്ങളിലും ആളുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ദിവസം ഇവിടെ ഇരുന്ന ആളുകൾ മുഴുവൻ ഇവിടെ സമർപ്പിക്കാം. എന്നിട്ട് അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് എല്ലാ സ്ഥലത്തുള്ള കൂടി ഒരു കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്തെത്തിക്കും. അവിടെ നമ്മളൊരു യാത്ര, അത് യാത്ര എന്നുള്ള ഇതിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ആഗ്രഹം വിചാരിച്ചാലും അത് നടക്കും. എന്താഗ്രഹം വിചാരിച്ചാലും നടക്കും. എൻ്റെ മകൻ്റെ കല്യാണം ശരിയായില്ല, 6 മാസം കൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണം ശരിയാവാൻ വേണ്ടി ഈ 1 കോടി ശ്രീരാമ മന്ത്രം ലിഖിത യജ്ഞം പരിപാടി ഞാൻ പങ്കെടുക്കുന്നു. ഇപ്പോൾ വീട് കച്ചവടമാവാത്ത, സ്ഥലം കച്ചവടമാവാത്തുണ്ടെങ്കിൽ 6 മാസത്തിൻ്റെ ഇടയിൽ നിങ്ങളൊരു നാളേക്ക് കച്ചവടമാണെന്ന് പറഞ്ഞാൽ എഴുതിയാൽ കാര്യം നടക്കില്ല. ഒരു സമയം കൊടുക്കണം, ഒരു സങ്കല്പമാണ്, അതിനൊരു പൂർണ്ണത വേണം. 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് അതിന് സങ്കല്പം വെച്ചാൽ അത് ശക്തമാണെങ്കിൽ അത് നടക്കുന്ന കാര്യം ഉറപ്പാണ്. ഒന്നും നമ്മൾ എന്ത് വിചാരിച്ചാലും ആഗ്രഹം വെച്ചാൽ നടക്കും. അത്രയും കാര്യങ്ങളാണ്. 1 മുതൽ നമ്മൾ 200 പേരുടെ ബുക്ക് വാങ്ങാം, അതിൽ എഴുതാം. മറുവശത്ത് നമ്മൾ ആഗ്രഹം എഴുതാം. ഈ ആഗ്രഹമൊന്നും ആരും വായിച്ചപ്പോൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് നേരെ ആ അമ്പലത്തിൽ പോയി അവിടെ സമർപ്പണം. ഇത് സമർപ്പിക്കുന്ന സമയത്ത് ബുക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു ദക്ഷിണ വെക്കാനുള്ള സങ്കല്പം. ഈ ദക്ഷിണ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെതായ ഒരുപാട് ചെലവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 5 പൂജാരിമാരോ ഇങ്ങനെയുള്ള ആളുകളോ ഒരു രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ പൂജയ്ക്ക് പോയി കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ കിട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവരും രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുത്ത് കാര്യങ്ങൾ സമർപ്പിക്കും. അടുത്ത മാസത്തിലെ ഇതിലും വലിയൊരു പരിപാടി വേറെ വരുന്നുണ്ട്. നമ്മളിവിടെ 3 വിഗ്രഹം കണ്ടോ? ആരെയും കണ്ടോ? കാണാത്തല്ലോ, കണ്ടില്ല? അവിടെ ഒരു 3 നാഗത്തിൻ്റെ വിഗ്രഹം കൊടുക്കുന്നുണ്ട്. നാഗരാജാവും നാഗകന്യ എന്ന് പറയും, നാഗദേവി എന്ന് പറയും. ഇത് ചിത്രകൂടമുണ്ട്. അതിനെ പ്രതിഷ്ഠ നടത്തണമെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് ചിലവുകളുണ്ട്. അപ്പം പ്രതിഷ്ഠാദിനം കഴിയുമ്പോഴേക്കും നമുക്ക് അത് നടത്താനുള്ള പൈസ ഉണ്ടാക്കണം. അത് കൂടാണ്ട് ഇതേപോലെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് അതിൻ്റെ പ്രതിഷ്ഠ ഈ പ്രതിഷ്ഠാദിനം കഴിഞ്ഞിട്ടുണ്ടാകാം. അതിൻ്റെ കൂടെ നടത്താനുള്ള സംവിധാനമില്ല. അപ്പോഴത്തേക്ക് ഇതിന് കല്ല് വേണം, തറ കെട്ടണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ അറിയിക്കും കാര്യങ്ങളൊക്കെ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. നാഗത്തിൻ്റെ സ്ഥാനത്തുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ നാഗത്തിൻ്റെ സ്ഥാനം എല്ലാവരും കാട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു ചട്ടം വരില്ല. അപ്പോൾ നാഗസ്ഥാനം എന്ന് പറഞ്ഞാൽ പാടാണ്. Hare Rama 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 Hare